തട്ടിപ്പിലൂടെ നഷ്ടമാകുന്ന തുകയിൽ രണ്ടിരട്ടി വർധനവ്. കഴിഞ്ഞ ഒരു വർഷം 760 കോടി രൂപയിലധികമാണ് സംസ്ഥാനത്ത് നിന്ന് നഷ്ടമായത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തുക നഷ്ടമായത്. 163 കോടി 70 ലക്ഷം രൂപയാണ് ജില്ലയിൽ നഷ്ടമായത്. തിരുവനന്തപുരത്ത് നിന്ന് 119 കോടി രൂപയാണ് തട്ടിയെടുത്തത്. മുതലാണ് സൈബർ തട്ടിപ്പ് കേസുകളിൽ പ്രത്യേകമായി അന്വേഷണം ആരംഭിച്ചത്. ഈ 3 വർഷങ്ങളിലെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് തട്ടിയെടുത്ത തുക 1000 കോടി കടന്നു. 2022 സൈബർ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് 45 കോടി രൂപയായിരുന്നുവെങ്കിൽ 2023 ഇത് 201 കോടിയായി ഉയർന്നു. 2024 സംസ്ഥാനത്ത് നിന്ന് തട്ടിയെടുത്തത് 760 കോടി 71 ലക്ഷം രൂപയാണ്. 2024 സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ തുകയുടെ 22% എറണാകുളം ജില്ലയിൽ നിന്നാണ് നഷ്ടമായത്. എറണാകുളം റൂറൽ സിറ്റി പരിധികളിൽ നിന്നായി 163 കോടി രൂപ നഷ്ടപ്പെട്ടു. 119 കോടി രൂപ നഷ്ടപ്പെട്ട തിരുവനന്തപുരം ജില്ലയാണ് തൊട്ടുപിന്നിൽ. തൃശൂരിൽ 82 കോടിയും കോഴിക്കോട് 61 കോടിയും നഷ്ടമായി. മലപ്പുറം ജില്ലയിൽ നിന്ന് 54 കോടി രൂപയാണ് തട്ടിയെടുത്തത്. 8 കോടി 60 ലക്ഷം രൂപ തട്ടിയെടുത്ത വയനാട് ജില്ലയിൽ നിന്നാണ് 2024 ഏറ്റവും കുറവ് തുക നഷ്ടമായത്. 2024 തട്ടിയെടുത്ത 760 കോടിയിൽ നിന്ന് 110 കോടി രൂപ അന്വേഷണ സംഘത്തിന് തിരിച്ചുപിടിക്കാനായി. 2023 37 കോടിയും 2022 4 കോടി രൂപയുമായിരുന്നു തിരിച്ചുപിടിക്കാനായത്. കേസുകളുടെ എണ്ണത്തിലും എറണാകുളം ജില്ലയാണ് മുന്നിൽ. കഴിഞ്ഞ വർഷം ജില്ലയിൽ 6252 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്ത് ഇക്കാലയളവിൽ 4606 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ലോൺ ആപ്പുകൾ, ഓൺലൈൻ ട്രേഡിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് എന്നിങ്ങനെ വിവിധ രീതിയിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. വോയിസ് ക്ലോണിങ്ങിലൂടെ വളരെ വേണ്ടപ്പെട്ടവരുടെ ശബ്ദത്തിൽ പണം ചോദിച്ച് സന്ദേശം അയക്കുകയും അതിലൂടെ പണം നഷ്ടമായവരും നിരവധിയുണ്ട്. ട്രായ് കോളുകൾ, സൗജന്യ റീചാർജ്, സൗജന്യ റിവാർഡ് പോയിന്റ് എന്നിങ്ങനെ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽ കുടുങ്ങിയവരും കുറവല്ല. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുണ്ടാകുന്നത്. വമ്പൻ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള എല്ലാ നിക്ഷേപ പദ്ധതികളും അവസാനം തട്ടിപ്പിൽ കലാശിക്കും. OTP നമ്പറുകൾ ഒരിക്കലും ഷെയർ ചെയ്യരുതെന്ന നിർദ്ദേശം പോലും പലരും കാര്യമായി എടുക്കുന്നില്ല. ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.